നമ്മളൊരു 4-5 കൊല്ലം മുന്നേ ഈ കേക്ക് ഉണ്ടാക്കി പഠിക്കുന്ന ടൈമിലാണ് ഇപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കുഴിഞ്ഞു പോകും, അല്ലെങ്കിൽ വേവാതാവും, ഇല്ലെങ്കിൽ നല്ല കൽത്തപ്പം പോലെ ആവും. അതൊക്കെ സ്വാഭാവികമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ മോൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കിയപ്പോൾ അതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒറ്റയടിക്ക് തന്നു. അപ്പോൾ ഇത് ഇങ്ങനെ അതിൻ്റെ കാരണം അറിയണ ഏതെങ്കിലുമൊക്കെ ബേക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ തലേ ദിവസം രാത്രിയിൽ ഇതിങ്ങനെ ആയപ്പോൾ ഇതിൽ ഒരു ലെയർ മാത്രമേ കിട്ടിയത്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച മോഡൽ നമുക്ക് 6 ലെയർ സ്പഞ്ച് കിട്ടണം. തന്നെ നമ്മൾ ചെയ്യാത്തൊരു മോഡൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ചെയ്യാൻ നോക്കിയപ്പോൾ ഇതിങ്ങനെ ആയപ്പോൾ അന്നത്തെ മൂടാകെ പോയി. ഞാൻ പിന്നെ അന്ന് രാത്രി കിടന്നു തുടങ്ങി. പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ എണീറ്റിട്ടാണ് പിന്നെ വേറെ സ്പഞ്ചൊക്കെ ഉണ്ടാക്കിയത്. കാരണം വൈകുന്നേരം മൗന അന്ന് സ്കൂളിലെ ദിവസമാണ്. അപ്പോൾ വൈകിട്ട് വന്നിട്ടാണ് കേക്ക് കട്ടിങ് ഒക്കെ. ഞങ്ങളിങ്ങനെ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ തന്നെ മോൻ എപ്പോഴും പറയുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് 2 അട്ടി കേക്ക് വേണമെന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഈ കുറച്ച് മുന്നേ ഈ ഒരു മോഡലൊക്കെ ഇങ്ങനെ ട്രെൻഡായി വന്നത്. അപ്പോൾ മോനോട് പറയുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് കയറി ഇറങ്ങിയ കേക്ക് മതിയെന്ന്. അവ ഇതിന് പറയുന്നത് കയറി ഇറങ്ങിയ കേക്ക് എന്നാണ്. കാരണം കയറി ഇറങ്ങി അങ്ങനെയാണല്ലോ ഇതിൻ്റെ ഡിസൈൻ. അപ്പോൾ ഞങ്ങൾ ഈ കയറി ഇറങ്ങിയ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യണേ.